ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്നുള്ളത് ഷാഡുകൾ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് നിർമ്മിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കണ്ടിട്ട് വരാം. കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഒരു സിലിക്കോണും പിന്നെ ഒരു പഴയൊരു ഷാഡോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഷാഡുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു ഫ്രെയിം വേണം. അതിന് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് സ്ക്വയറിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 4 മൂലയും ഫ്ലെക്സിക്ക സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയിട്ട് ഒഴിക്കുക. അത്യാവശ്യം നല്ല ലൂസിൽ ഒഴിക്കണം കേട്ടോ. ലൂസിൽ ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചിട്ട് അതിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച ഷാഡ് മുക്കി വയ്ക്കുക. ആ ഷാഡ് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊരു പകുതി ഭാഗം മുക്കി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. പകുതി ഭാഗം പുറത്തിരിക്കണം. പകുതി ഭാഗം നമ്മൾ വേറെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് അതിന് 2 അച്ച് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കും. സൗണ്ട് ചെറിയൊരു പ്രശ്നമായിട്ടില്ല. അപ്പുറത്ത് പറമ്പിൽ മരം മുറിക്കുന്നുണ്ട്, അതാണ്. എല്ലാവരും ക്ഷമിക്കണേ. ഒരു 10-20 മിനിറ്റ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ 3-4 ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അച്ചിൽ സിലിക്കോൺ വെച്ച് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇത് അച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ, ക്ലിയർ ആയിട്ട് ഒരേ ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾ ഇടുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടാൽ മതി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയും ഊതിക്കളയുകയും എന്തെങ്കിലും കളഞ്ഞിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ സൈഡിൽ മൊത്തം തേച്ച് കൊടുക്കുക. ആ ഓയിൽ എന്തെങ്കിലും നമ്മൾ തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോയി ലൂസായിട്ട് ഒഴിച്ചതാ. ഈ ഒഴിക്കുന്നതും അതും മറ്റേ പഴയതും തമ്മിൽ രണ്ടും കൂടി ജോയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഒരു ലെയർ പോലെ നമ്മൾ ചെറിയൊരു ഓയിൽ പരത്തി കൊടുക്കും. അപ്പോൾ നമുക്ക് തുറക്കുന്ന ടൈമിൽ രണ്ടും കൂടി ക്ലിയർ ആയിട്ട് പൊട്ടാതെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസും നല്ലപോലെ ലൂസാക്കിയിട്ട് കലക്കിയിട്ട് അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു 10-20 മിനിറ്റോ അങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം നമ്മളത് ഒരു സൈഡ് പൊട്ടിച്ചിട്ട് പുറത്തെടുക്കുക. നല്ല എടുക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റായിട്ടുണ്ടാവില്ല. 20 മിനിറ്റ് കൊണ്ട് എടുക്കല്ലേ, ചെറിയ നനവ് ഇപ്പോഴേ ഉണ്ടാവും. എന്നിട്ട് അത് പൊട്ടാതെ അതിൻ്റെ ജോയിൻറ്റ് പൊട്ടിച്ചെടുക്കുക, ജോയിൻറ്റ് ഇളക്കി. ഓക്കെ. എന്നിട്ട് ഇതൊരു 2-3 ദിവസമൊക്കെ ഒന്ന് വെയിലുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് എടുത്താണ്. ഒരു ദിവസം കൊണ്ട് എടുത്താൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റായി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചുണ്ടാക്കണം. എവിടെയെങ്കിലും ഒന്ന് ബലം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സാധനം പൊട്ടും. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളത്തെ നനവ് അപ്പോഴും ഉണ്ടാവുകയും 2-3 ദിവസം നല്ലപോലെ വെയിലുണ്ടെങ്കിൽ നല്ല കല്ല് പോലെ ഇരിക്കും. ഓക്കെ. എന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതല്ലേ. അങ്ങനെ ജോയിൻറ്റ് വേറെ എടുത്തുമ്പോൾ സൂക്ഷിച്ച് വേറെ എടുത്തേ. ഒരു മൂല എവിടെയും പൊട്ടാൻ പാടില്ല. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ്റെ ഡിസൈൻ മൊത്തം പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊട്ടാതെ ഊരെടുക്കുക. ഒരു സൈഡ് പൊട്ടാതെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡ് എവിടെയും പൊട്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ അച്ച്. നമ്മൾ ഇതിൽ സിലിക്കോൺ എടുത്തിട്ടുണ്ട്. ഒന്ന് സെറ്റ് ആയതിനു ശേഷം സിലിക്കോൺ ഇട്ടിട്ട് അച്ച് ക്ലിയർ ആയിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റിച്ചാൽ മതി. വെയിറ്റ് കയറ്റിച്ചിട്ട് 1-2 മണിക്കൂർ ആ സിലിക്കോൺ സെറ്റ് ആവാൻ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതുപോലെ മെല്ലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഷാഡ് റെഡി ആയി. എന്നിട്ട് ആ ഷാഡിൻ്റെ പുറത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് സിലിക്കോൺ ഉണ്ട്. അത് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ആ കത്തിരിക്ക എന്തെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റ്. കൂടുതൽ നോക്കിയാൽ 1-2-3 ദിവസം നല്ലപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങാൻ നോക്കുക പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഞാനിപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടെടുത്താണ്. രാവിലെ ഒന്നുണ്ടാക്കി എന്നിട്ട് ഒരു 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് പിന്നെ അങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ നനവ് ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇതിനൊരു ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കൊടുക്കും. ഇപ്പോൾ ഒരു നനവ് ഇത് കാണാമല്ലേ ഞങ്ങൾക്ക്, കണ്ടില്ലേ? അതൊന്ന് തുറന്നു സാധനം ഫുൾ ഓക്കെ. നമുക്കിതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വെക്കാം. 2-3 മണിക്കൂർ വെച്ചിട്ടേ അതിന് ശേഷം സിലിക്കോട്ടാം. അപ്പോൾ നമുക്ക് സിലിക്കോൺ കൂട്ടാം. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു കളറ് അട്രാക്ഷൻ ആയിട്ട് എന്തെങ്കിലും കളർ ഇട്ട് കൊടുക്കുക. ഓക്കെ. ആ കളറിൽ കുറച്ച് സിലിക്കോൺ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇട്ടിട്ടുള്ളത് ഇവിടെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിരുന്ന നമ്മളെ ഗ്ലേസിംഗ് ഉള്ള പെയിൻ്റ് ഉണ്ടായിരുന്നു, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചെടുത്തിട്ടാണ്. എന്നിട്ട് അതിൽ സിലിക്കോൺ ഇട്ടിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ അച്ച് 2 തേച്ച് കൊടുത്തിട്ട് 2 അച്ചും കൂടിയിട്ട്
പൊട്ടാതെ മെല്ലെ അടച്ചു വെച്ചാൽ അടച്ചിട്ടൊരു 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് പിന്നെ അത് മെല്ലെ തുറക്കുക. തുറന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മളെ സാധനം റെഡി. ഈ ജോലി ഇല്ലാത്ത ലീവുള്ള ദിവസങ്ങളിലാണ് ഈ പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ എന്തോ ചെയ്താൽ മതി. നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ നല്ല പൈസയാവും. നമ്മൾ പിന്നെ ഈ ഷാഡ് എടുത്ത് ചെമ്പലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കല്ലിൻ്റെ ഇടയിൽ കൊടുത്ത് കളിക്കുമ്പോൾ കല്ലിൻ്റെ ഇടയിൽ കുടിക്കാൻ നമ്മൾ ആ പൈസയും പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സിലിക്കോൺ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് മേടിക്കുകയാണെങ്കിൽ ഒരു സിലിക്കോൺ നമുക്ക് ഒരുപാട് ഷാഡുകൾ ഉണ്ടാക്കാം. ചെറുതും വലുതും പല മോഡലും ഉണ്ടാക്കാം. കുറച്ചൊരു 3-4 കളർ ഉണ്ടാക്കാൻ പല കളറിലും ഉണ്ടാക്കാം. അപ്പോൾ തന്നെ ലാഭം. മറ്റേ ഒരു ഷാഡിന് 80 റുപ്യ 60 റുപ്യ, നല്ല ചെറുത് ആണെങ്കിൽ ഒരു 40 റുപ്യ ഒക്കെ വരും. നല്ല വലുത് 100 120 160 അങ്ങനെ വരും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെറുതായിട്ട് ടെക്നിക്കലൊക്കെ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കണ്ടേ. നമ്മൾ ആൺകുട്ടികളല്ലേ, സോറി ട്ടോ, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ടാക്കാം. മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാം ഉണ്ടാക്കിയ ഷാഡിൽ നമ്മളെന്നെ മീൻ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെ സുഖാട്ടോ. അത് ചെയ്ത് നോക്കി പിടിക്കുമ്പോഴേ അതിൻ്റെ അറിയുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ഇതാണ് 2 സൈഡിൽ ഇതുപോലെ സിലിക്കോൺ തേച്ചിട്ട് ഈ സൈഡിൽ കൂടുതലുണ്ടായി, കാരണം ഞാൻ ഇതിൽ പുറത്ത് വയ്ക്കാറ്. അതിൽ തന്നെ ഇതൊന്ന് പിടിച്ചോളും. ഇത് പൊട്ടാതെ ആ 3 ലോക്കില്ല അതുപോലത്തെ ഇതൊന്നും വന്നിട്ടുണ്ടാവും. ഇത് ക്ലിയർ ആയിട്ട് ഇറക്കി വയ്ക്കും. നമ്മൾ നോക്കി ഇറക്കണം കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡിസൈനൊക്കെ പോകും. പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ ആ ഹോളിൽ നിൽക്കണ കാല് പോലുള്ള പൊട്ടി ചെയ്യും. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കാലിറക്കി വയ്ക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കയറ്റി വെച്ചിട്ട് എന്നിട്ട് അങ്ങനെ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കോണ സെറ്റാണുള്ള ടൈം. കൂടുതൽ 1 മണിക്കൂറിൻ്റെ മുകളിൽ വയ്ക്കാനല്ലത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. എന്തായാലും 1 മണിക്കൂറിന് മുന്നേ ആരും എടുക്കാൻ പോകും. 1 മണിക്കൂർ കഴിഞ്ഞെടുത്താലും കുറച്ച് വെയിലത്തൊക്കെ ഇട്ടോളിട്ടോ. നമുക്ക് സാധനം എടുത്ത് നോക്കാം. എടുക്കുമ്പോഴും അങ്ങനെ സൂക്ഷിച്ചെടുക്കണം. ഞാനാണെങ്കിൽ നല്ല സൂക്ഷിച്ചെടുക്കണം. ഇപ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണങ്ങിയിട്ടില്ല, അതാണ്. അങ്ങോട്ടോ ബലം കൂടിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടും. അത് സൂക്ഷിച്ച് പൊട്ടിക്കാതെ എടുക്കുക. ഇത് നല്ല ഉണക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കുഴപ്പമില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിന്നെ ഇത്തിരി കല്ല് പോലെ ഉണ്ടാവും. അതിലെ വെള്ളത്തിൻ്റെ നനവ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. കണ്ടോ, എവിടെയും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷാഡ്. അതിൽ ആ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മളൊരു ചെറിയ ബ്ലേഡ് വെച്ചിട്ട് അത് ആ ഡിസൈൻ അങ്ങനെ വെച്ചിട്ടുണ്ട് വരഞ്ഞെടുത്താൽ മതി. അത് നമുക്ക് നമ്മുടെ ഷാഡ് മാത്രമായിട്ട് കിട്ടും. ഞാനത് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ കട്ട് ചെയ്ത് വയ്ക്കാം. നനവുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയ കാരണമാണ് ആ പൊടിയൊക്കെ പിടിച്ച് കയറിയത്. നല്ല ഉണക്കം തട്ടിയതാണ്, അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം ഇപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് വലിയ മീനും കിട്ടുന്നില്ല. ഒന്നാമത് നല്ല വെള്ളം കയറിയിട്ടേ മീനൊക്കെ പരന്ന് നിൽക്കുക. പിന്നെ ഫുള്ള് വെള്ളം കയറിയിട്ട് അതിനെ എറിയാൻ പറ്റിയ നല്ല സ്ഥലങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ തോന്നിയതാണ് ഒരു വീഡിയോ ഉണ്ടാക്കി വിട്ടായിരുന്നു. കുറേ മുന്നേ നമ്മൾ ഉണ്ടാക്കി. എന്താ ആ ചോപ്പ് നമ്മൾ ഉണ്ടാക്കിയത്, മറ്റേ നമ്മൾ ഡിസൈനായിട്ട് വെച്ച സാധനം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.